ഉയരുന്ന ടെസ്റ്റുകൾക്കൊടുവിലാണ് സൂപ്പർ താരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നത്. എന്നാൽ ടെസ്റ്റുകൾ തീർന്നു. പെട്രോളിയം ടൂറിസം സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതലയേറ്റു. മലയാളികൾക്ക് സുരേഷ് ഗോപിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമേയില്ല. മലയാളികളുടെ പ്രിയ താരത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയിലേക്ക് സുരേഷ് ഗോപിയുടെ യാത്ര മധുരവും കയ്പും നിറഞ്ഞതാണ്. കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ട ആളാണ് സുരേഷ് ഗോപി. ചലച്ചിത്ര താരം എന്ന നിലയിൽ വലിയ ആരാധക പിന്തുണ ഉള്ളപ്പോഴും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ചരിത്ര വിജയം നേടി സുരേഷ് ഗോപി ഏവരെയും ഞെട്ടിച്ചു. കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ചതുകൊണ്ട് തന്നെ കേന്ദ്ര മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായിരിക്കുകയാണ്. മലയാളത്തിനു പുറമെ അദ്ദേഹം തമിഴ്, തെലുങ്ക്, കന്നഡ, ബോളിവുഡ് ചിത്രങ്ങളുടെയും ഭാഗമായിട്ടുണ്ട്. 1965 ഓടയിൽ നിന്ന് എന്ന സിനിമയിലായിരുന്നു അരങ്ങേറ്റം. അതിനുശേഷം 250-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1990-ന് ശേഷമാണ് സുരേഷ് ഗോപി താരപദവിയിലേക്ക് ഉയർന്നു വന്നത്. രഞ്ജി പണിക്കർ തിരക്കഥ എഴുതിയ ഷാജി കൈലാസ് ചിത്രം തലസ്ഥാനം സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി. പിന്നാലെ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയ താരമായി മാറി സുരേഷ് ഗോപി. 1998-ൽ കളിയാട്ടത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടി. 2006-ന് ശേഷം അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങൾ പരാജയപ്പെടുന്നതും നമ്മൾ കണ്ടു. കോളേജ് പഠനകാലത്ത് SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി. പിന്നീടുള്ള കാലത്ത് ഇന്ദിരാഗാന്ധിയോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ചായവും കാട്ടിയിരുന്നു. പലപ്പോഴും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി ഭേദമില്ലാതെ പ്രചരണങ്ങളുടെ ഭാഗമായിട്ടുമുണ്ട്. 2006-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF, UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രചരണം നടത്തിയിട്ടുണ്ട്. 2016 ഏപ്രിൽ 29-ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 80-ലെ വ്യവസ്ഥകൾ പ്രകാരം പ്രഗത്ഭരായ പൗരന്മാരുടെ വിഭാഗത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുകയും രാജ്യസഭയിൽ പാർലമെന്റ് അംഗമായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. 2016 മെയ്യിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിനുള്ള കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും അംഗമായി. 2019 മുതൽ 2022 വരെ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെയും നാളികേര വികസന ബോർഡിന്റെയും കമ്മിറ്റിയിലും അംഗമായിരുന്നു. 2016 ഒക്ടോബറിലാണ് സുരേഷ് ഗോപി ഔദ്യോഗികമായി BJPയിൽ ചേർന്നത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപനോട് പരാജയപ്പെട്ടു. 2,93,822 വോട്ടുകളാണ് അക്കൊല്ലം സുരേഷ് ഗോപി നേടിയത്. 2014-ൽ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകളാണ് അത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ അത്തവണ LDF സ്ഥാനാർത്ഥി P. ബാലചന്ദ്രനോട് പരാജയപ്പെടുകയും ചെയ്തു. മൂന്നാം സ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി 40,457 വോട്ടുകളാണ് അന്ന് നേടിയത്. എന്നാൽ 74,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശൂരിൽ നിന്നും വിജയിച്ചത്. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ അത്രയേറെ ചർച്ചയായിരുന്നു സുരേഷ് ഗോപി എന്ന പേര്. ചെറിയൊരു ഇടവേള പോലും എടുക്കാനാകാത്ത വിധത്തിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ തിരക്ക്. കുറച്ച് സിനിമകൾ ചെയ്തു തീർക്കാനുണ്ട്. മന്ത്രിസ്ഥാനത്തേക്ക് തൽക്കാലം ഒഴിവു നൽകണം. ഇതൊക്കെ പറഞ്ഞിട്ടും ദേശീയ തലസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചു വരുത്തിയാണ് സുരേഷ് ഗോപിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനം നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.